ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി പപ്സാണ്. നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു പപ്സ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. കടകളിൽ നിന്ന് പോലും നിങ്ങൾ ഇത്രയും ലെയറോട് കൂടിയിട്ടുള്ള പപ്സ് കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അതേ കപ്പിൽ 2 കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചോറിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ വെള്ളം എന്താ പറയുക, ഈ ഒരു ചോറിൻ്റെ ഒരു വെള്ളം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. വേറൊരു വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മളത് നോക്കണം എത്രത്തോളം നമുക്ക് വേണം എന്നുള്ളത്. ഒന്നിച്ചിട്ട് ഒരിക്കലും ഒഴിച്ചു കൊടുക്കണ്ട. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ കയ്യിലേക്കൊന്ന് ആക്കി കൊടുക്കട്ടോ. എന്നിട്ട് ഒന്നുകൂടി കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ വല്ലാണ്ട് ഈ ഒരു മൈദ ഒട്ടിപ്പിടിക്കില്ല. ഇനിയിപ്പോൾ ഇതാ ബാക്കി ചോറ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂണോളം മാത്രം നമുക്കിതിൽ ബാലൻസ് വന്നിട്ടുള്ളൂ. ബാക്കി മൊത്തം ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതൊരു ഡോ പോലെ ആക്കിയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കുഴച്ചിട്ടെടുക്കണം. ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ഞാനിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കൂടുതൽ സമയം നമുക്കിത് കുഴച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ ചോറ് ചേർത്തിട്ടുള്ളതാണ് ഈ ഒരു മൈദ റെഡി ആക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാനിതുപോലെ ഒരു ബൗളിലേക്ക് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുഴച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മൈദ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ മാവിരിക്കുന്നത്. ഇനിയിപ്പോൾ മേലെ കൂടി നമുക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ എനിക്ക് നല്ല ജലദോഷം ഉണ്ടായിട്ട് സൗണ്ടിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബായി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെക്കുകയാണ്. നമുക്ക് ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു 3 സവാള ഇതുപോലെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. തിന്നായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പപ്സിലേക്കുള്ള ഒരു സവാളയുടെ ഒരു കറക്റ്റ് ഇതുപോലെയാണ് കേട്ടോ അവർ കട്ട് ചെയ്തിട്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ഒരു പപ്സിൽ ഇങ്ങനെയാണ് സവാള ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ അരിയുന്ന രീതിയിൽ അറിയാതെ ഇതുപോലെ അരിഞ്ഞിട്ടെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഞാനതൊന്ന് മൂടി വെക്കുകയാണ്. 1-2 മിനിറ്റിൻ്റെ ശേഷം ഞാനതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ സവാളൊക്കെ തന്നെ നന്നായിട്ട് വാടിയിട്ട് നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എൻ്റെ സവാള ഒന്ന് റെഡിയായിട്ട് കിട്ടണം. ഇനിയിപ്പോൾ അതിന് ശേഷം ഞാനിതാ ഒരു മീഡിയം സൈസിലുള്ള ഒരൊറ്റ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി ഞാൻ ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെക്കുകയാണ്. സവാളയും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ട് കിട്ടണം. എന്നിനിപ്പോൾ വീഡിയോ ഇടണ്ടെന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു മൈദ ഒന്നൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് വല്ലാണ്ട് ജലദോഷം കൂടിപ്പോയത്. സത്യം പറഞ്ഞാൽ സംസാരിക്കാനൊന്നും കഴിയാത്ത രീതിയിലാണ്. ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഈ ഒരു പച്ചമണം മാറും വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡറും, പിന്നെ ഇതാ ഒരു 1/4 സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ പൊടി കൊണ്ട് പച്ചമണം മാറും വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ജസ്റ്റ് ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക.
അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പപ്സിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മൾ ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കുന്ന ഒരു ടൈം മതി. അത്രയും മാത്രമാണ് നമ്മൾ ആ ഒരു മൈദ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നമ്മുടെ ഈ ഒരു മാവ് ഒന്നുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 കപ്പ് മൈദ വെച്ചിട്ട് ഞാൻ 6 പപ്സാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈക്വലായിട്ട് തന്നെ 6 ആക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒന്ന് വെച്ചിട്ട് ബാക്കി മൊത്തത്തിൽ ഈ ബൗളിലേക്കൊന്ന് ഇട്ടെടുക്കുകയാണ്. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നും ഒരു ഡോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കൈ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് എന്നിട്ട് ഒന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പം നമ്മളിത് നല്ല തിന്നായിട്ട് പരത്തണം കേട്ടോ. അപ്പോൾ തിന്നായിട്ട് പരത്തുന്ന സമയത്താണ് നമുക്ക് ഒരു പപ്സ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നല്ല ലെയറോട് കൂടിയിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മൈദ തൂവി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തിന്നായിട്ട് പരത്തിയിട്ടെടുക്കുക. അത് നമ്മൾ എത്രമാത്രം മടക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അത്രയ്ക്കും നമുക്ക് ലെയർ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു പപ്സ് കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പിനെസ്സും അതുപോലെ തന്നെ ഒപ്പം നല്ല സോഫ്റ്റും ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഒരു പപ്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടിപ്പോൾ ഞാനിതാ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഈ ഒരു പപ്സ് നല്ലൊരു രീതിയിൽ റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് ആ ഭാഗം നമുക്ക് ഒഴിവാക്കി കളയാം. വേണം അതുണ്ടെങ്കിൽ എടുക്കാം. അപ്പം എത്രമാത്രം കട്ടി കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കാൻ പറ്റുമോ അത്രക്കും ഞാൻ കട്ടി കുറച്ച് പരത്തിയിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലാണ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണം എന്നുണ്ടെങ്കിൽ ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം കുറച്ച് മൈദ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ വേണം മൈദ ഒന്ന് തൂവി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മേലെ ഭാഗത്തിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് എന്താ പറയുക എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക. ഇതുപോലെ എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം അടിഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അവിടെയും നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ അവിടേക്ക് നമുക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കാം. അപ്പോൾ എത്രമാത്രം ലെയർ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത്രയും ലെയർ നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ പപ്സിന് നല്ല ലെയറോട് കൂടിയിട്ടായിട്ടോ ഇരിക്കുക. ഇനിയിപ്പോൾ അതാ ഞാനിതിൻ്റെ മേലേക്കും കുറച്ച് ഓയിലൊന്ന് റെഡിയാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെയും കുറച്ച് ഓയിൽ ബ്രഷ് വെച്ചിട്ടൊന്ന് തടവി കൊടുക്കുക. അതിൻ്റെ ശേഷം ഇതുപോലെ മൈദ തൂവി കൊടുക്കുക. എന്നിട്ട് ഒന്ന് മടക്കിയിട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ ബാക്കി കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ നല്ല ലെയറോട് കൂടിയിട്ടാണ് നമുക്കിത് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ലെയറോട് കൂടിയിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ രണ്ടാമതും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പത്തിരി പലകയിൽ ഞാനിതാ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ മെല്ലെ ഒന്ന് വേണം നമുക്ക് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മറിച്ചൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെയും ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു പപ്സിൻ്റെ ഒരു വലിപ്പം ഉണ്ടാവില്ലേ അതിനനുസരിച്ച് വേണം നമ്മളിതൊന്ന് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് ഫില്ലിങ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നടുവിലായിട്ട് ഇതുപോലെ ഇട്ടെടുക്കാം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അതിൻ്റെ ശേഷം പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ട ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പപ്സിൻ്റെ ഒരു രീതി കണ്ടിട്ടില്ലേ അതേ രീതിയിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതാ മറ്റേ സൈഡും കൂടിയും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലൊക്കെ നല്ല ലെയറോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഒരു പപ്സ് ഇരിക്കുന്നത്. ഇനി ബാക്കി കൂടി ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്.
അപ്പോൾ ഈ ഒരു പപ്സ് നമ്മൾ എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് പപ്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ശേഷം നമുക്ക് സ്പാച്ചിലോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഈ എണ്ണ ഒന്ന് ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതെന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഈ എണ്ണ ആക്കി കൊടുക്കുന്ന ആ ഒരു സ്ഥലത്തും ഈക്വലായിട്ട് തന്നെ മറ്റേ ഭാഗത്തു കൂടിയും ഒന്ന് റെഡി ആയിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മേൽഭാഗം എണ്ണ ആവില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ പപ്സിൻ്റെ അടിഭാഗം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2, 3 പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു പപ്സ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അത് എണ്ണയിൽ നിന്ന് ഒന്ന് കോരി മാറ്റിയാണ്. അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഞാൻ മുഴുവനായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ലെയറോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ പപ്സ് ഉള്ളത്. ഇനിയിപ്പോൾ ഞാനിതാ അതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ബാക്കിയും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാ പപ്സും ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ എല്ലാതും മൊത്തത്തിൽ ഞാൻ ഈ ഒരു പപ്സ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ലെയറോട് കൂടിയിട്ടുള്ള നല്ലൊരു പപ്സാണിത്. അത് നമ്മൾ കടകളിൽ നിന്ന് പോലും ഇത്രയും ലെയറിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അത്രയും നല്ലൊരു പപ്സാണ്, നല്ല ലെയറോട് കൂടിയിട്ടുള്ള. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ ബൈ.